ഹായ് ഫ്രണ്ട്സ്, വിപൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് LDC 2024 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 50 മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ്സിലേക്ക് പോകാം. സൈലന്റ് വാലി ഏത് ജില്ലയിൽ? സൈലന്റ് വാലി ഏത് ജില്ലയിൽ? ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. സ്ഥാപിതമായത് 1984. ഏത് താലൂക്കാണ്? മണ്ണാർക്കാട് താലൂക്കിലാണ്. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? PV നാരായൺ. ഹുയാൻസാങ് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്ത്? ഹുയാൻസാങ് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഹർഷൻ. ഗാന്ധിജിയുടെ ഭൂദാന പ്രസ്ഥാനം പ്രാവർത്തികമാക്കിയ വ്യക്തി? ഗാന്ധിജിയുടെ ഭൂദാന പ്രസ്ഥാനം പ്രാവർത്തികമാക്കിയ വ്യക്തി വിനോബ ഭാവെ. 1951 എവിടെ വച്ച്? പോച്ചമ്പള്ളി, ആന്ധ്രാപ്രദേശ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏത്? കടൽവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം. ശബ്ദമളക്കുന്നതിനുള്ള തോത് ഡെസിബൽ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ജൂൺ 5. ഇന്ത്യയിലെ ദേശീയ കായിക വിനോദം ഹോക്കി. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? പരിസ്ഥിതി സംരക്ഷണം, സാമൂഹ്യ നീതി. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പദം ഹൗസ് ഓഫ് ദി പീപ്പിൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. പൗരൻ്റെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം വകുപ്പിൽ പെടുന്നതാണ്? 51A. മുസിരിസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കൊടുങ്ങല്ലൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്നത് നേപ്പാൾ. ഹെർപ്പറ്റോളജി എന്ന ശാസ്ത്രശാഖ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉരകങ്ങളെ. ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ്? പൂന്താനം. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ചുവപ്പ്, നീല, പച്ച. ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ രേഖ ശർമ്മ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? 966B. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ജീവകം വിറ്റാമിൻ D. ഫരദ് അവാർഡ് കിട്ടിയ മലയാളത്തിലെ ആദ്യ സിനിമാ നടൻ PJ ആൻ്റണി. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. മുങ്ങൽ വിദഗ്ധർ അക്വാലെൻസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഓക്സിജൻ, ഹീലിയം.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തതാണ്? റഷ്യ. സർവശിക്ഷ അഭിയാൻ്റെ ലക്ഷ്യം. സർവശിക്ഷ അഭിയാൻ്റെ ലക്ഷ്യം എന്താണ്? ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം. ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം 1930. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ മുകുന്ദരാജ്. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ. വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? നീല, ചുവപ്പ്, പച്ച. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടർട്ടറിക്. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി. ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഡോൾഫിൻ. സങ്കര ഇനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം. സങ്കര ഇനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കായംകുളം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ AR രാജരാജവർമ്മ. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ്? അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്ര. ഏത് മുഗൾ ചക്രവർത്തിയാണ് ആത്മകഥ രചിച്ചത്? ഏത് മുഗൾ ചക്രവർത്തിയാണ് ആത്മകഥ രചിച്ചത്? ബാബർ. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? കെ കരുണാകരൻ. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിയ വർഷം. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിയ വർഷം 1498 മെയ് 20. വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? കാപ്പാട്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് ഗോവയിൽ. ഏത് വർഷമാണ്? 1556. ശുദ്ധിപ്രസ്ഥാന സ്ഥാപകൻ. ശുദ്ധിപ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി. വിമാനങ്ങൾക്ക് പക്ഷികളുടെ ആകൃതി നൽകാനുള്ള കാരണം. വിമാനങ്ങൾക്ക് പക്ഷികളുടെ ആകൃതി നൽകാനുള്ള കാരണം എന്താണ്? വായുമർദ്ദം കുറയ്ക്കാൻ. വായുമർദ്ദം കുറയ്ക്കാൻ. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.